വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ആകസ്മികമായിട്ടാണ് ഇന്ന് ഞാനിവിടെ എത്തിച്ചേർന്നത്. ശ്രീകുമാർ എൻ്റെ ജൂനിയറായി ഗവൺമെൻറ് ആർട്സ് സ്കൂളിൽ പഠിച്ചൊരു കുട്ടിയുടെയാണ്, പയ്യൻ കൂടെയാണ്. ഇവിടെ വന്നപ്പോഴാണ് ശ്രീജേഷ് പിള്ളയും ആർട്സ് കോളേജിൻ്റെ പ്രോഡക്റ്റാണെന്ന് മനസ്സിലാക്കുന്നത്. ഞാനും അവിടെ പറയേണ്ട കാര്യമില്ല. വർഷങ്ങളായി ശ്രീകുമാറോ അല്ലെങ്കിൽ നമ്മളത് പരസ്പരം പിന്നീട് കണ്ടുമുട്ടുക പോലും ഇല്ല എന്നൊരു പ്രതീക്ഷയിലാണ് പിന്നീട് അവിടെ നിന്ന് സ്കൂളിൽ കോളേജൊക്കെ ഇറങ്ങി പോകുന്നത്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ ഏറെ സന്തോഷം. ഇന്ന് ഇവിടെ എത്തിച്ചേരാനായിട്ടുള്ള സാഹചര്യം എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും. സംസ്ഥാനത്ത് സർക്കാർ അംഗീകാരമുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എണ്ണമറ്റ അനാഥാലയങ്ങൾക്ക്, അനാഥാലയം എന്ന ഒരു വാക്കിനകത്ത് നമ്മുടെ മനസ്സിനകത്ത് ഇപ്പോൾ ഓടിയെത്തിയിട്ടുള്ള രൂപങ്ങളല്ലാത്ത നിരവധി രൂപങ്ങൾ നമ്മുടെ മനസ്സിലിപ്പോൾ എല്ലാവരുടെ മനസ്സിൽ ചിലപ്പോൾ ഓടിയിട്ടുള്ള അനാഥരായിട്ടുള്ള ആളുകൾ, അപ്പച്ചനും അമ്മച്ചിമാരും, കുറെ തല നിറച്ചിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും. കല്യാണം നടക്കാത്തത് കൊണ്ട് സ്വന്തം സഹോദരനെ ഒരു അനാഥാലയത്തിൽ ഉപേക്ഷിച്ച ചെറുപ്പക്കാരനെ കുറിച്ച് ആലോചിച്ചു. എനിക്ക് അപൂർവമായി ലഭിക്കുന്ന ഇത്തരം അവസരങ്ങൾ ഞാൻ അതൊക്കെ പറയാൻ ഉപയോഗിക്കും. ഇന്നത്തെ ഈ സിം കെയർ ആപ്പിന്റെ ലോഞ്ചിങ്ങിന് ഒരു ആശംസ അർപ്പിക്കാനല്ല ഞാൻ നിൽക്കണം, മറിച്ച് ഇന്ന് സംസ്ഥാനത്തെ എണ്ണമറ്റ അനാഥാലയങ്ങൾ എന്ന് പറയുന്ന സോകാൾഡ് ആ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു പുതിയ സഹായഹസ്തം ഈ സമൂഹം വെച്ച് നിർത്തിയതാണ് സിം കെയർ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നാളിതുവരെ നേരത്തെ പറഞ്ഞ പോലുള്ള സോകാൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഡൊണേഷൻ എന്ന രൂപത്തിലോ ഔദാര്യം എന്ന പേരിലോ ഇപ്പോ ആദ്യം ഇൻട്രൊഡക്ഷൻ നടത്തിയ പ്രമോദ്, അദ്ദേഹത്തിന്റെ കുഞ്ഞിന് കിട്ടിയിട്ടുള്ള ബർത്ത്ഡേ ഗിഫ്റ്റുകളിലുള്ള തുണികൾ അല്ലേ അടുക്കി വെച്ചത് കണ്ടപ്പോഴാണ് മനസ്സിന്റെ മാറ്റം വന്നു. പെട്ടെന്നാണ് മനുഷ്യന്റെ മനസ്സ് ചേഞ്ച് ചെയ്യണം. അവിടെ നിന്നായിരിക്കാം ചിലപ്പോ ഇന്നത്തെ സിം കെയറിലേക്ക് എത്തി നിൽക്കുക. അതിനാണെന്ന് തോന്നുന്നു. ഡെഫിനറ്റ്ലി ഞാൻ പറയുന്നതല്ല, ആ കുട്ടികൾക്ക് പോലും ഏറ്റവും ഉപയോഗശൂന്യമായ വസ്ത്രം, ഏറ്റവും ഉപയോഗമുള്ള വസ്ത്രം കൊടുക്കൂല. മനസ്സിലായി ഞാൻ പറഞ്ഞത്? ആവശ്യമുള്ളവന് ഉപയോഗമുള്ള സാധനം കൊടുക്കില്ല, ഏറ്റവും ഉപയോഗശൂന്യമായത്. വീട്ടിൽ നിന്ന് ഈ വസ്ത്രത്തിന്റെ ഭാണ്ഡക്കെട്ട് വിഴുപ്പ് മാറ്റാൻ വേണ്ടി എല്ലാം കൂടെ വാരിക്കെട്ടി ഗാന്ധിഭവനോ എനിക്കത് ഒരു 3-4 വർഷം കൊണ്ട് നിരവധി അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. സാറിന്റെ അത്രയും അനുഭവമില്ല. സാറ് പല ഈ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ മെമ്പർ സെക്രട്ടറിയായി ചുമതലയേറ്റതിനു ശേഷം സംസ്ഥാനത്താകെ മെമ്പർമാരുടെ കാരുണ്യം കൊണ്ട് സംസ്ഥാനത്താകെ പല സ്ഥാപനങ്ങൾ സന്ദർശിക്കാൻ ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞു മനസ്സിലായില്ലേ, വീട്ടിൽ നിന്ന് ഭാണ്ഡക്കെട്ട് ഒഴിവാക്കാൻ കണ്ടെത്തുന്ന സ്ഥലമാണ് അനാഥാലയം. കല്യാണ സ്ഥലത്ത് നിന്ന് അല്ലെങ്കിൽ വിവാഹ തലേന്ന് വീട്ടിലെ പാർട്ടി നടത്തിയിട്ട് ബാക്കി വരുന്ന ഭക്ഷണം കൊടുക്കാൻ കണ്ടെത്തിയിരുന്ന സ്ഥലമായിരുന്നു അനാഥാലയങ്ങൾ. എന്തുകൊണ്ട് നമുക്ക് ഈ സോകാൾഡ് അനാഥാലയങ്ങളിൽ താമസിക്കപ്പെടാൻ വിധിക്കപ്പെട്ടവർക്ക് നല്ല ഭക്ഷണം കൊടുത്തു, നല്ല വസ്ത്രം കൊടുത്തു? ഇപ്പോൾ ഒരുപാട് മാറ്റം വരുന്നുണ്ട്. സിം കെയർ ആ രംഗത്തൊരു കുതിച്ചുചാട്ടം നടത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആ കുതിച്ചുചാട്ടമാണ് നേരത്തെ പറഞ്ഞ അനാഥാലയങ്ങളിലെ നമ്മുടെ മനസ്സിൽ അച്ഛനും അമ്മമാരും ഉള്ളൂ, തല നിറച്ച ആളുകൾ മാത്രമേ ഉള്ളൂ. അതല്ല, എന്തോ പറയുന്നത്, ഈ പ്രസവിച്ച്
കൈയും കാലും അനങ്ങൂല, കഴുത്ത് ഉറച്ചിട്ടില്ല. ഒരു 10-18 വയസ്സ് വരെ അച്ഛനും അമ്മയൊക്കെ നോക്കി. അച്ഛൻ മരിക്കുന്നു. അമ്മയ്ക്ക് ഒരു 10-80 വയസ്സാകുന്നു. പുരുഷനായ ഒരു മകനെ നോക്കുന്നു. അമ്മയുടെ ആരോഗ്യം ക്ഷയിച്ചുകൊണ്ടേയിരിക്കുന്നു. മറ്റയാളുടെ ആരോഗ്യത്തിന് മാറ്റമില്ല. ആരോഗ്യം കൂടിക്കൊണ്ടിരിക്കുന്നു. വയ്യാത്ത മക്കളെ കാര്യം. അമ്മയുടെ ഏറ്റവും വലിയ വേവലാതി, എനിക്ക് ശേഷം ഈ മോനെ എന്ത് ചെയ്യും? അമ്മയുടെ അന്ന് രാവിലെയുള്ള വേവലാതി, ഇന്ന് രാവിലെ ഞാൻ എങ്ങനെ അവനെ കുളിപ്പിക്കും? ആലോചിച്ചു. അത്രമാത്രം അതൊക്കെ നമുക്ക് മനസ്സിലാവും. അതെല്ലാം മനസ്സിലാവും. അവർക്ക് കൂടെ വേണ്ടിയാണ് ഈ അനാഥാലയങ്ങൾ. പക്ഷേ മക്കൾക്ക് രണ്ട് മക്കളുണ്ട്. ഇപ്പം എല്ലാം ഈ മോളിക്കുലാർ ഫാമിലിയാണ്. 2 മക്കളുണ്ട്. 2 മക്കളെ പ്രസവിച്ച് വളർത്താൻ അമ്മയ്ക്ക് ഒരു മടിയുമില്ല. 2 പേരും വളർത്തി, 2 പേരെ നല്ല നിലയിലായി, 2 പേരും 2 സ്ഥലത്തായി. 2 പേർക്കും ഈ അമ്മയെ നോക്കാൻ ഇപ്പം പറ്റില്ല. അമ്മയ്ക്ക് 2 മക്കളെ പ്രസവിച്ച് വളർത്തിയെടുക്കാൻ ഒരു പ്രയാസമില്ലായിരുന്നു. പക്ഷെ 2 മക്കൾ ആരോഗ്യത്തിൽ തൻ്റെ കൂടെ ഉണ്ടായപ്പോൾ ഈ ഒരമ്മയെ നോക്കാൻ ഈ 2 മക്കൾക്ക് പറ്റാത്തൊരവസ്ഥയാണ് ഇന്ന് കേരളം മാത്രമല്ല, മൊത്തത്തിലുണ്ട്. കേരളത്തിലാണ് ഈ തെരുവിൽ നമ്മുടെ അച്ഛനമ്മമാർ വരാത്തൊരു സ്ഥലം ഇപ്പൊ കേരളമാണ്. തെരുവിലുണ്ട്, തെരുവിൽ അലയുന്നവരുണ്ട്. പക്ഷേ കേരളത്തിൽ ഇന്ന് തെരുവിൽ അലയുന്നവരുടെ എണ്ണം കുറഞ്ഞെങ്കിൽ അതിന്റെ ഒരു കാരണക്കാരൻ ഗാന്ധിഭവന്റെ സെക്രട്ടറിയും സാറും അതുപോലുള്ള നിരവധി ഗാന്ധി ഭവനുകളുമാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് മക്കളാൽ ഉപേക്ഷിക്കപ്പെട്ട് വീടില്ലാതെ സർവ്വസമ്പന്നതയിൽ കഴിഞ്ഞ ആള് നമ്മൾ മുന്നിൽ നടന്നു പോകുമ്പോൾ തെരുവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കൈനീട്ടുന്ന രംഗം നമ്മൾ ആലോചിച്ചു. പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അവരെപ്പോഴും എന്ത് തോന്നും? ആദ്യത്തെ വികാരത്താ കഷ്ടം. ഒരാള് സ്വബോധമില്ലാതെ വഴിയിൽ കിടക്കുന്നു, തുണിയൊക്കെ മാറിക്കിടക്കാണ്. നമുക്ക് എന്ത് തോന്നും? എന്ത് വികാരം തോന്നും? വികാരം തോന്നും. സ്വാഭാവികം. ചോദിക്കുക എന്ത് തോന്നും? കഷ്ടം. അങ്ങനെ തോന്നുന്നത്. ഇഷ്ടം തോന്നണം. അവരോട് ഇഷ്ടം തോന്നണം. അവരോട് ഇഷ്ടം തോന്നിയപ്പോഴാണ് ഒരു ഗാന്ധി ഭവൻ ഉണ്ടായത്. ഇന്ന് കേരളത്തിൽ ഓർഫനേജ് കൺട്രോൾ ബോർഡിന്റെ, അതായത് സർക്കാരിന്റെ അംഗീകാരത്തോടുകൂടി പ്രവർത്തിക്കുന്ന 2000-ഓളം ക്ഷേമ സ്ഥാപനങ്ങൾ ആ നിലയ്ക്കുണ്ട്. 2000-ഓളം. എന്നാൽ കേരളത്തിൽ അതല്ല എണ്ണം. സർക്കാരിന്റെ അംഗീകാരമില്ലാതെ പ്രവർത്തിക്കുന്നുണ്ട്. സർക്കാരിന്റെ അംഗീകാരത്തിന്റെ റോൾ എവിടെയാണ്? സർക്കാരിന്റെ അംഗീകാരത്തിന്റെ റോള് ഒരു ക്ഷേമ സ്ഥാപനം, ഞാൻ നേരത്തെ പറഞ്ഞ സോക്കാൾഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അതിനകത്ത് വരുന്ന ഒരാളെ, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ അനാഥകൾ, അനാഥാലയം എന്നായിരുന്നു. ആ പേരൊക്കെ ഇപ്പൊ മാറ്റുകയാണ് സർക്കാർ. അങ്ങനൊരു വാക്ക്, അനാഥാലയം എന്ന വാക്ക് ഉപയോഗിക്കരുത് എന്ന് തീരുമാനം ഇപ്പൊ വരും. നമുക്കത് വിളിക്കാൻ പറ്റില്ല. നമ്മൾ നേരത്തെ ഈ ജന്മനാൽ അവയവങ്ങൾക്ക് ശേഷിയില്ലാത്ത ആളുകളെ വികലാംഗരെന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ നമുക്കങ്ങനെ വിളിക്കാൻ പറ്റൂല. അവർക്ക് ഭിന്നശേഷി അവകാശ നിയമം വന്നപ്പോൾ അവരെ നമുക്ക് വിളിക്കാൻ പറ്റില്ല. അത് കുറ്റമാണ്, ക്രിമിനൽ കുറ്റമാണ്. അതെ, ഡിഫറൻ്റ്ലി ഏബിൾഡ് ആണ് അവര്. ഡിസബിൾഡ് പോലും അല്ല, ഡിസബിലിറ്റി അല്ല, അവര് ഡിഫറൻ്റായ ഏബിളാണ്. ആ നിലയ്ക്കിലേക്ക് അനാഥാലയം എന്നല്ല, അവരെയൊക്കെ ഗസ്റ്റായി, അങ്ങനെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ഗസ്റ്റായി സ്വീകരിക്കുന്ന ഗസ്റ്റ് ഹൗസുകളായി മാറുന്ന രൂപത്തിലേക്ക് സ്ഥാപനങ്ങൾ മാറണം എന്നാണ് സർക്കാരിന്റെ ഉത്കൃഷ്ടമായ ആഗ്രഹം. അതിന്റെ ഭാഗമായിട്ട് സർക്കാർ നിരവധി നിബന്ധനകളും ചട്ടങ്ങളും എല്ലാം രൂപീകരിച്ച് ഒരു സ്ഥാപനം എങ്ങനെയായിരിക്കണം. അതാണ് എനിക്ക് സിംകെയറിന്റെ പ്രവർത്തകരോട്, നിങ്ങളുടെ ആപ്പിന്റെ ഉപയോഗം മുന്നോട്ട് പോകുമ്പോൾ വളരെ വളരെ സസൂക്ഷ്മം, ഇപ്പൊ നമ്മളിവിടെ പിന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട വിഭവങ്ങൾ അർഹിക്കുന്ന കൈകളിലാണോ ലഭിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം കൂടെ സിംകെയറിന്റെ പിന്നെ ചുക്കാൻ പിടിക്കുന്ന ആളുകൾ ഏറ്റെടുക്കണം. എന്താ, എനിക്കിപ്പോ ഒരു ചുരുങ്ങിയ ഒരു സദസ്സാണ് ഈ ഉള്ളത്. ഇവിടെ എത്തിയിരിക്കുന്ന ആളുകളുടെ മനസ്സിൽ നമ്മൾ പലപ്പോഴും ചാരിറ്റി ചെയ്തവരായിരിക്കും ഈ വാക്ക്, അല്ലെങ്കിൽ ഇത്രയും പേര് ഇവിടെ എത്തൂല. ചാരിറ്റിയോട് എന്തെങ്കിലും, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഏതെങ്കിലും ഒരു കാര്യം, പണമായിട്ടോ മറ്റേതെങ്കിലും സാധന സാമഗ്രികളായിട്ടോ ചാരിറ്റി എന്ന രൂപത്തിൽ ഇടപെട്ടവരായിരിക്കും ഇവിടെ ഇരിക്കുന്നത്. പലപ്പോഴും നമ്മൾ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന പണമായാലും കൊള്ളാം, സാധന സാമഗ്രികളായാലും കൊള്ളാം, അർഹിക്കുന്ന കൈകളിലാണോ കിട്ടിയതെന്ന് നമുക്ക് തിരിഞ്ഞു നിൽക്കാൻ സമയമില്ല. ഒന്ന് ആലോചിച്ചാൽ
ബഹുഭൂരിപക്ഷവും അങ്ങനെ ആയിരിക്കില്ല. നമ്മളിപ്പോൾ അത്യാവശ്യം വീട്ടിലെ അച്ഛനും അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും രാവിലെ സർക്കാർ ജോലി സിറ്റി കേന്ദ്രീകരിച്ചുള്ള അനുഭവം ഞാൻ പറയണം. ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങി നിൽക്കുമ്പോഴായിരിക്കും നമ്മുടെ വീട്ടിലേക്ക് ഒരു ചെറുപ്പക്കാരനോ ഒരു ചെറുപ്പക്കാരിയോ അല്ലെങ്കിൽ വിദ്യാർത്ഥി എന്ന രൂപത്തിലോ MSW ഞാൻ പഠിച്ചിട്ടുള്ള കുട്ടി എന്ന രൂപത്തിൽ ആരെങ്കിലുമൊക്കെ വരുന്നത്. കഴുത്തിലൊരു ടൈ കാണും, അല്ലെങ്കിൽ ഒരു ഐഡി കാർഡ് കാണും, അവരുടെ കയ്യിലൊരു ബുക്ക്ലെറ്റോ പാംലെറ്റോ കാണും. ഞങ്ങൾ ഇന്ന സ്ഥാപനത്തിൽ നിന്ന് വരികയാണ്, അവിടെ ഇത്ര ആയിട്ടുള്ള അപ്പച്ചന്മാരും അമ്മച്ചിമാരും ഉണ്ട്, അല്ലെങ്കിൽ കുഞ്ഞു മക്കളുണ്ട്, നിങ്ങൾ എന്തെങ്കിലും സംഭാവന തരണം. അങ്ങനെ നമ്മുടെ മുമ്പിൽ വീട്ടിൽ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടാവുമല്ലോ നമ്മുടെ അനുഭവത്തിൽ. ആ സംഭാവന തരണമെന്നുള്ള രൂപത്തിൽ അതിപ്പം മാറി. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ സംഭാവന ചോദിച്ചു വരുന്ന ആൾക്കാർ ഞാൻ പറഞ്ഞു പറയാം. സംഭാവന ചോദിച്ചു വരുന്ന ആളുകൾ എണ്ണത്തിൽ കുറഞ്ഞേ. ഇപ്പൊ വരുന്നത് ചാരിറ്റി എന്ന് പറഞ്ഞാൽ മാത്രമല്ല, സബ്സ്ക്രൈബ്, യു മേ പ്ലീസ് സബ്സ്ക്രൈബ്, അതാണ് വാക്ക്. യു മേ പ്ലീസ് സബ്സ്ക്രൈബ്. എന്താണ്? നിങ്ങൾ മാസത്തിൽ ഒരു 100 രൂപ, നിങ്ങൾ എത്രയോ രൂപ ചെലവഴിക്കുന്നു. ഞാൻ പറഞ്ഞത് അനുഭവത്തിലാണ്. ഒരു 100 രൂപ സബ്സ്ക്രൈബ്, ഇതൊരു സ്ഥാപനത്തിലെ കുട്ടികൾക്ക് കിട്ടും. നമ്മൾ രണ്ടാളും ഭാര്യയും ഭർത്താവും 9:50 മക്കളെ വിട്ടിട്ട് ഓഫീസിൽ ഇറങ്ങി നിൽക്കണം. ശരി, 100 രൂപ നീ കൊടുത്തോ, അല്ലെങ്കിൽ 100 രൂപ അപ്പടി. ആ 100 രൂപയുടെ മൂല്യം വളരെ വലുതാണെന്നാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഏറ്റവും വലിയ മൂല്യമുള്ള സാധനം ആ 100 രൂപ, അല്ലെങ്കിൽ 10 രൂപ ആയിക്കോട്ടെ, എത്ര രൂപയായിരുന്നു, ആ വലിയ മൂല്യമാണ്. പക്ഷെ എന്താ നമ്മുടെ മനസ്സിൽ, ഇത് ഏതെങ്കിലും ഏറ്റവും അർഹരായിട്ടുള്ള ഏറ്റവും പാവപ്പെട്ടവൻ്റെ ഇതിന് ഗുണം ലഭിക്കും എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണമല്ലേ. സാറി നേരത്തെ പറഞ്ഞ പോലെ എവിടെങ്കിലുമൊക്കെ പോകുമ്പോൾ വെറുതെയെങ്കിലും ഒരു വൃദ്ധമന്ദിരം, അല്ലെങ്കിൽ ഇതുപോലെ ഡിഫറൻ്റ് ഏബിൾഡ് ഹോം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടാൽ സമയം കിട്ടുമെങ്കിൽ ഒന്ന് ഇറങ്ങാൻ ശ്രമിക്കണം. വേറൊന്നും ഇറങ്ങാൻ ശ്രമിക്കണം. നാണയത്തിന് 2 വശമുണ്ട്. അതുപോലെ ഏതാണ്ട് 50% ഇത്തരം സ്ഥാപനങ്ങൾ, സാർ നേരത്തെ പറഞ്ഞ അല്പം കൂട്ടി പറഞ്ഞ ഒരു 50% സ്ഥാപനങ്ങൾ ഫേക്കാണ്. നമുക്കറിയില്ല. നമ്മുടെ ഈ ജോലിക്ക് പോകുന്ന തിരക്കിനിടയിൽ 100 500 അല്ലെങ്കിൽ കയ്യിലുള്ള പൈസ എടുത്ത് കൊടുക്കും. നമ്മുടെ മനസ്സിൽ എന്താണ്? ചാരിറ്റി, ഞാൻ ഇന്ന് രാവിലെ കുറച്ച് പൈസ അല്ലെങ്കിൽ ഒരു സംഭാവന നൽകിയല്ലോ, ആർക്കെങ്കിലും ഗുണപ്പെടട്ടെ. ഇത് ഗുണപ്പെടുന്നത് ഈ വരുന്ന ആള് തൊഴിലാളിയാണ്. വരുന്ന ആള് ജോലിക്കാരനാണ്. 50-50 ആണ്. ആദ്യം ഇത് 40-50-60 ആയിരുന്നു. 100 രൂപ കിട്ടിയാൽ 40 രൂപ ഇയാൾക്കും, 60 രൂപ ഇയാളെ ജോലി എംപ്ലോയർക്കും ആയിരുന്നു. ഇപ്പൊ അത് 50-50 ആയി. ഇപ്പൊ അതും മാറി. ഞാൻ പുതിയൊരു വേർഷൻ പറയണം കേട്ടാ. നമ്മുടെ ചിലപ്പോൾ ശ്രദ്ധയിൽ ചിലരുടെ മനസ്സിലുണ്ടായി അറിഞ്ഞിട്ടുണ്ടാവും. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന്, അന്യ സംസ്ഥാനത്തിൽ, ഇപ്പോൾ കർണാടക, തമിഴ്നാട്, പ്രധാനമായും കർണാടക, തമിഴ്നാട്, കാര്യം കുറച്ച് മലയാളം കൂടെ വശമായിട്ടുള്ള ആളുകളെ കൂട്ടത്തോടെ നമ്മുടെ സിറ്റി അടക്കം കേരളത്തിലുള്ള പല ഭാഗങ്ങളിലും കൂട്ടത്തോടെ കൊണ്ടുവരിക. അവർക്കൊരു താമസം, ഒരു ഷെഡൊക്കെ കെട്ടിക്കൊടുക്കുക. ഭാര്യയും ഭർത്താവും ഉണ്ടാവും, സഹോദരനും സഹോദരിമാരുണ്ടാവും, പലരും ഉണ്ടാവും. രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞ ID കാർഡ് തൂക്കുന്നു, ഒരു വഴിക്ക് ഇങ്ങനെ പോവുകയാണ്. ഇവരെ കോർഡിനേറ്റ് ചെയ്യാൻ ഒരു കോർഡിനേറ്റർ ഉണ്ട്. നമ്മൾ ഇവരുടെ കയ്യിലുള്ള ഒരു പാംലെറ്റിൽ ചിലപ്പോൾ കോർഡിനേറ്ററുടെ പേരും നമ്പറും കാണാം. നമ്മൾ വിളിച്ചാൽ ഫോൺ എടുക്കൂല. നമ്മളുടെ സമയമില്ലല്ലോ. ഈ കോർഡിനേറ്റർ ഇവരെ വൈകുന്നേരമാകുമ്പോൾ വീണ്ടും കോർഡിനേറ്റ് ചെയ്യും, കളക്ഷൻ എടുക്കും, അവരെ ഷെൽട്ടറിൽ പോവും, അയാളുടെ പണം ചെയ്യും. ഇപ്പൊ തിരിച്ചായി. ഇപ്പൊ ഈ 50-50 ഷെയറിങ്ങും ഇല്ല. ചില സ്ഥാപനങ്ങൾ തിരുവനന്തപുരത്ത്, ഞാൻ പേരൊന്നും പറയുന്നില്ല, കണ്ണായ സ്ഥലം, തിരുവനന്തപുരത്തിന്റെ നഗരത്തിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ചില സ്ഥാപനങ്ങൾ മാത്രമല്ല പലയിടത്തും ഈ റെസീപ്റ്റ് ബുക്ക് അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് തരുന്ന 100 രൂപയുടെയും 50 രൂപയൊക്കെ റെസീപ്റ്റ് ബുക്ക് ഉണ്ടല്ലോ, അച്ചടിച്ച് വെച്ചിട്ടുണ്ട്. 2000 രൂപ 3000 രൂപ അടച്ച് റെസീപ്റ്റ് ബുക്ക് വാങ്ങാം. എന്നിട്ട് നടന്നു പിരിക്കുക. കൊടുക്കണ്ട, വൈകുന്നേരം കോർഡിനേഷൻ ഇല്ല. ഞാൻ ഈ പറഞ്ഞത് ശുദ്ധ തട്ടിപ്പിന്റെ ഒരു രൂപമാണ്. നമുക്ക് ഇത് എല്ലാവർക്കും അനുഭവം ഉണ്ടാവില്ല. കാര്യം ഇതെല്ലാം കൂടെ നോക്കാൻ വേണ്ടിയാണ് എന്നെയും സാറിനെ ഉൾപ്പെടെയുള്ള ഒരു ബോർഡിനെ സർക്കാർ ഏൽപ്പിച്ചേക്കുന്നത്. ഇത് നോക്കി ഇപ്പോൾ ശ്രീകുമാറിനുണ്ടായ ഇമോഷൻ എനിക്കിപ്പോൾ ഉണ്ടാവില്ല. ആദ്യമൊക്കെ ഗാന്ധിഭവനെ കണ്ട് മറ്റ് സ്ഥാപനങ്ങൾ ഇമോഷൻ, ഇപ്പോൾ മനസ്സ് മരവിച്ചു. ഇമോഷൻ രംഗമാണ്. പക്ഷേ ഈ ആളുകളെ, പാവങ്ങളെ ജീവിതം ഇങ്ങനെ പൊലിപ്പിച്ച് കാണിച്ചു. ഒരു സ്ഥാപനത്തിൽ പോയപ്പോൾ വേദിയാണ്. കാര്യം ഞാൻ വീണ്ടും പറയുന്നത്, ചാരിറ്റിയുമായി താല്പര്യമുള്ള ആളുകളുണ്ട്. ആ സ്ഥാപനത്തിൽ ഒരുപാട് മുറികളുണ്ട്. അതിൽ ഒരു മുറി
ഒരു മുറി വെൽ ഫർണിഷ്ഡ് മെഡിക്കൽ കോളേജിലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ICU തോറ്റുപോകും. നമ്മുടെ സങ്കല്പത്തിലേക്ക് വരുമല്ലോ, ICU കേട്ടിട്ടുള്ള ആളുണ്ട്, തോറ്റുപോകും. ആ നിലയ്ക്കുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും വെച്ചിട്ട് 2 കട്ടിലും ഇട്ടിട്ടുണ്ട്. ആദ്യം വരുന്ന അമ്മമാരെ ആ മുറി കയറ്റി കിടത്തും. അവിടെ ഇമാതിരി വീഡിയോഗ്രാഫറും ഉണ്ട്. അമ്മമാർക്ക് വേറൊക്കെ എടുത്ത് വെച്ചു കൊടുത്തിട്ട് അവരെ കൊണ്ട് സംസാരിപ്പിക്കും. എനിക്ക് ഇത്രയും സൗകര്യമൊക്കെ തന്നു, ഈ സ്ഥാപനത്തിന് ആളുകളെ സഹായിക്കണം. ഇത് അപ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, മൊബൈലിൽ കൂടെ പുതുക്കി ലോകത്താകെ വിടുന്നു, പൈസ വരുന്നു. ഒരു ഈടിക്കും പിടിക്കാൻ പറ്റൂല, ഒരു ഈടിക്ക് തൊടാൻ പറ്റൂല. ഒരു ITക്കാരും അവിടെ കയറില്ല, IT ഡിപ്പാർട്ട്മെന്റും കയറില്ല. ആ നിലയ്ക്ക് ലക്ഷക്കണക്കിന് കോടി രൂപ ഈ കേരളത്തിൽ നിന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമ്മുടെ മനസ്സിന് ഇന്നത്തെ ഇന്റർനാഷണൽ ചാരിറ്റി, നമ്മുടെ മനസ്സിലെ ചാരിറ്റി എന്നൊറ്റ വികാരത്തെ ചൂഷണം ചെയ്യുന്നു ആളുകൾ. ഇന്ന് കേരളത്തെ കുറിച്ചാണ്, കാരണം കേരളത്തിലാണ് ഈ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത്. ഈ നമ്മുടെ തൊട്ട അയൽപക്കത്തുള്ളവനെ ചേർത്ത് പിടിക്കണമെങ്കിൽ മനസ്സ് ഉണ്ടല്ലോ, അത് കേരളത്തിലാണ്. അമ്മാതിരി ഏറ്റവും കൂടുതൽ പണം പമ്പ് ചെയ്യുന്നതും കേരളത്തിലാണ്. കാരണം ചാരിറ്റിക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ഭക്ഷണമായും വസ്ത്രമായും നോട്ട്ബുക്കായും കട്ടിലായും തലയണയായും എന്തെല്ലാം വേണോ, ഡയപ്പറായും കൊടുക്കുന്നൊരു സംസ്ഥാനമാണ് കേരളം. അതിനുള്ള അങ്ങനെ വിശാല മനസ്സുള്ള ആളുകളാണ് കേരളത്തിലുള്ളത്. പക്ഷേ ഇത് യഥാർത്ഥ കൈകളിലേക്ക് ലഭിക്കുന്നില്ല. യഥാർത്ഥ കൈകളിലേക്ക് ലഭിക്കാൻ സിംഗയറിന് ഒരു വലിയ റോൾ വഹിക്കാനുണ്ട്. പ്രധാനമായും ഇത് സ്ഥാപനത്തിലെ ആളുകളെയും നന്നായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെയും സ്ഥാപനവാസികൾക്കും വലിയ ഗുണമായി തീരും. ആ നിലയിൽ ഇതിന്റെ പ്രചരണം കൂടെ കൊണ്ടുവരണം. ഒരു കാര്യം, 1-2 കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. സംസ്ഥാനത്ത് നിരവധിയായിട്ടുള്ള പെയ്ഡ് ഹോമുകൾ കേരളത്തിന്റെ പുതിയ സാമൂഹിക സാഹചര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 മക്കളുണ്ടാവും. അമേരിക്കയിലും ഓസ്ട്രേലിയയിലും മക്കൾ പോവും. അച്ഛനും അമ്മയും ഇവിടെ മാത്രമാവും. 2 പേരും കൂടെ തനിച്ചാവും. 2 പേരും തനിച്ചാകുന്ന ഒരു ഫ്രൈസ് തെറ്റാണ്, എന്നാലും 2 പേരും കൂടെ തനിച്ചായി പോകും. കാര്യം മക്കളെന്നോ കൊച്ചുമക്കളെന്നോ ഇങ്ങോട്ട് വരാനോ വിളിക്കാനോ ആരുമില്ല. ഒരു മുറിക്കകത്ത് TVയും കണ്ട് ഈ ജന്മങ്ങൾ ഇങ്ങനെ ഇരുന്നിരുന്ന് ഒരാൾ പോവുകയോ പോകാതിരിക്കുകയോ എന്തായാലും 2 പേരും ഇവിടെ തനിച്ചാവുന്ന അവസ്ഥയിലെത്തും. ഏതെങ്കിലും സ്ഥാപനങ്ങളിലേക്ക് അവർ എത്തിപ്പെടുന്ന അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴോ വലിയ വലിയ തോതിൽ പെയ്ഡ് ഹോമുകൾ വരുന്നുണ്ട്. ഒരു പെയ്ഡ് ഹോമിൽ തെറ്റൊന്നുമല്ല, 65 ലക്ഷം രൂപയുള്ള ഒരു മുറിക്ക് 65 ലക്ഷം രൂപ ഫസ്റ്റ് ഡെപ്പോസിറ്റായി മേടിക്കും. പിന്നെ മാസം ഒരു 50,000 രൂപ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളുണ്ട് കേട്ടോ കേരളത്തിൽ. അവര് കാലശേഷം 20% കുറച്ച് ബാക്കി മക്കൾക്ക് കൊടുക്കും. മക്കൾക്ക് വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയി. അടിപൊളിയല്ലേ? എന്തൊരു കാര്യമാണ്. മക്കൾക്ക് അല്ലെങ്കിൽ അവകാശിക്ക് തിരിച്ചു കൊടുക്കും 20% എടുത്തിട്ട്. ഒരു ബിസിനസ്സായി മാറി. ഇത് ബിസിനസ് അല്ലേ? ഇൻവെസ്റ്റ് ചെയ്യുക, നേട്ടം ഉണ്ടാക്കുക, പൈസ തിരിച്ചെടുക്കുക, പിന്നെ ഇടുക, ബിസിനസ്സായി മാറി. അപ്പൊ അത്തരം സ്ഥാപനങ്ങൾ നിങ്ങളുടെ ഈ സിം കെയറിനത്തൂടെ കടന്നുകൂടി അർഹരായവരുടെ അർഹത നശിപ്പിക്കാതിരിക്കാനുള്ള ശ്രമം നിങ്ങൾ നടത്തണം. ശ്രീജേഷ് പിള്ളയൊക്കെ ശ്രീകുമാറോ ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു NGO രജിസ്റ്റർ ചെയ്തിട്ട് ഇതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ മനസ്സിലാക്കി രജിസ്റ്റർ ചെയ്യുന്നു, കട്ടിൽ വാങ്ങുന്നു, കിടക്ക വാങ്ങുന്നു, മറച്ചു വിൽക്കുന്നു. ഇതൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് നിങ്ങൾ ടെക്നോളജിയുടെ സഹായം കൂടെ കൊടുക്കരുത്. ഏത് ഇപ്പൊ അതൊക്കെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ടെക്നോളജി സഹായം കൂടെ കൊടുക്കരുത്. അവിടെയൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ നന്നാവും. പെയ്ഡ് ഹോമുകളെ നമുക്ക് ഒഴിവാക്കാം. കാര്യം വെൽ എസ്റ്റാബ്ലിഷ്ഡും അവർ സെൽഫ് സ്റ്റാൻഡുമാണ്, പ്രശ്നമില്ല. മറ്റു സ്ഥാപനങ്ങൾ പെയ്ഡ് അല്ല, മീൻസ് നോൺ പെയ്ഡ് സ്ഥാപനങ്ങൾ, അവിടെ അർഹരായിട്ടുള്ള ആളുകളുണ്ട്. ആ സ്ഥാപനങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ, ആ സ്ഥാപനങ്ങളെ പരമാവധി ഇൻഫ്രാസ്ട്രക്ചറൽ ഡെവലപ്മെന്റിന് ഉൾപ്പെടെ പണമായി ഒരാൾക്കും ഡൊണേറ്റ് ചെയ്യാനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കരുത്. അതെന്റെ ഒരു നിർദ്ദേശമാണ്. പണം വേണം, പക്ഷേ ഭക്ഷണമായിട്ടോ മറ്റ് സാധന സാമഗ്രികളായി എത്തിച്ചു കൊടുത്താൽ, ഞാനും സാറും കൂടെ ആദ്യം ഇതാണ് സംസാരിച്ചത്, സ്ഥാപനങ്ങളുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഗുണകരമാകുന്ന രൂപത്തിൽ ചട്ടക്കൂട് ഉണ്ടാക്കണം. ഇത് ആ നിലയ്ക്ക് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഭാവിയിൽ ഇപ്പോൾ സ്ഥാപനങ്ങളിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ 500 രൂപ കൊടുത്തു, അത് യഥാർത്ഥ കൈകൾ കിട്ടുന്നില്ല. യഥാർത്ഥ കൈകളിലേക്ക് ലഭിക്കും എന്ന് ഉറപ്പാക്കുന്ന അവസ്ഥയിലേക്ക് ഇത് മാറ്റിയെടുക്കണം. തീർച്ചയായും പ്രസംഗത്തിന് പ്രസക്തിയില്ല, പക്ഷേ ഇത് എൻ്റെ അനുഭവത്തിലും ചെറിയ അനുഭവത്തിലും നിങ്ങളുടെയൊക്കെ വലിയ അനുഭവത്തിലും ഇതിനെ ഒന്ന് ഈ മനസ്സിനകത്തുള്ളത് ഒന്ന് എന്താ പറയുക, മസ്തിഷ്ക പ്രക്ഷാളനം എന്ന വാക്ക് ഞാൻ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതൊന്ന് ചെയ്തിട്ട്
നമ്മൾ കൊടുക്കുന്ന 1 രൂപ അർഹിക്കുന്നവർക്കാണോ ലഭിക്കുന്നത്, അല്ലെങ്കിൽ അർഹിക്കുന്നവർക്ക് ലഭിക്കണം എന്ന നിലയിലേക്ക് മാറണം സമൂഹം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ പോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ഒരു സ്ഥാപനത്തിലെ അപ്പച്ചനും അമ്മച്ചിയും ആ നിലയ്ക്ക് ജീവിക്കും. ഗാന്ധി ഭവൻ എന്ന് പറയുന്നത് വികാരപരമായിട്ടോ അല്ലെങ്കിൽ ബന്ധം കൊണ്ട് പറയാം, അതൊരു ക്ഷേത്രമാണ്. ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആരാധനാലയം. ഇപ്പോൾ പല മതവിശ്വാസം ഒരു ആരാധനാലയമാണ് എന്നാണ് ഞാൻ എൻ്റെ മനസ്സിനകത്ത് അതിനെ കൊടുത്തിരിക്കുന്ന പേരതാണ്. അതൊരു അനാഥാലയമല്ല, മറിച്ച് അതൊരു ആരാധനാലയമാണ്. കാര്യം എന്താ, ഒരു മനുഷ്യന് ഒരു നേരം ആഹാരം കൊടുത്തിട്ട് കണക്ക് പറഞ്ഞ ലോകമാണത്. ഒരാൾക്ക് ഒരു നേരം ആഹാരം കൊടുത്തിട്ട് ഞാൻ നിനക്ക് ഇത്ര രൂപ ആഹാരം വാങ്ങിച്ചതെന്നാണ് പറയുന്ന ലോകമാണിത്. ഏതാണ്ട് 1500ഓളം വരുന്ന ആളുകൾക്ക്, 1500 സാറ് പറഞ്ഞ ഗാന്ധി ഭവനിലെ കുണ്ടയത്തെ സ്ഥാപനത്തിൽ മാത്രമാണ് 1300. മൊത്തം 20 ശാഖകളുടെ അടുത്ത് ഏതാണ്ട് 12,000 ആളുകൾക്ക് അതൊരു ആഹാരവും വസ്ത്രവും കിടക്കാനും. ടി.പി. മാധവന് AC വെച്ചു കൊടുത്തു. അത് സാറിന് എടുത്തുകൊണ്ട് പറഞ്ഞത്, ടി.പി. മാധവൻ എന്ന് പറയുന്ന ഒരു വലിയ മനുഷ്യൻ ഏത് നിലയിലാണോ ജീവിച്ചു വന്നത്, ആ മനുഷ്യന്റെ അവസാന ദിവസവും അതുപോലെ ആയിരിക്കണം. അതൊരു കുറവും. അവിടെയാണ് ഒരു സ്ഥാപനത്തിന്റെ ഇടപെടൽ. നമുക്ക് ഒരു സ്ഥാപനം ആർക്കെങ്കിലും ഇപ്പൊ പെട്ടെന്ന് തോന്നിയിട്ട് വികാരത്തിനെ തള്ളിച്ചുകൊണ്ട് ഒരു സ്ഥാപനം ഇപ്പോൾ തുടങ്ങാം, NGO ആയിട്ട് രജിസ്റ്റർ ചെയ്യുക, സ്ഥാപനം തുടങ്ങാം, കെട്ടിടം കെട്ടാം, കുറെ ആൾക്കാരെ അവിടെ താമസിപ്പിക്കാം. പക്ഷെ അവിടെ താമസിക്കുന്ന ആളുകളുടെ അവർക്ക് കൊടുക്കുന്ന സൗകര്യങ്ങളാണ് ഏറ്റവും പരമ പ്രധാനം. ആ നിലയിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഗസ്റ്റ് റൂമുകളായി മാറുകയാണ്, ഗസ്റ്റ് ഹൗസുകളായി മാറുകയാണ്. ഇതിനകത്ത് വരുന്ന ആളുകൾ ഒരുപക്ഷെ നാളെ ഞാനോ നിങ്ങളോ നമ്മൾ ചിലപ്പോൾ നമ്മൾ തന്നെ സ്ഥാപനത്തിനകത്തേക്ക് ഗസ്റ്റായിട്ട് പോകുന്ന ഒരു കാലഘട്ടം വരും. എനിക്ക് വീട്ടിലൊരാളെ ഉണ്ട് സാർ, ഒരു പിള്ളേ ഉള്ളൂ. 2 ഉള്ളവൻ്റെ തമ്മിലടിയൊക്കെ കണ്ടിട്ടാണ് ഒന്നാക്കിയത്. അപ്പോൾ ഒന്നായതിൻ്റെ കുഴപ്പമെന്ന് പറയാം, അവൻ വളർന്നു അവൻ ഒറ്റയ്ക്ക് അങ്ങ് പോകും. നമ്മൾ പിന്നെ 2 ആൾ തനിച്ചാകും. അത് ഉറപ്പാണ്. ആ നിലയ്ക്ക് കാര്യം ആരും കുറ്റം പറയാൻ പറ്റില്ല. ആ നിലയിൽ സമൂഹം പോകുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിന് കൈത്താങ്ങാകുന്നതിന് SimCare ഇനി ടെക്നോളജിക്കലി സാങ്കേതികപരമായി ഈ രംഗത്ത് പുതിയ വിപ്ലവം ഉണ്ടാക്കും. ആ വിപ്ലവം കാണാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു.